ബിസിനസ്സിനെ കുറിച്ച് അറിഞ്ഞിട്ട് വേണം ബിസിനസ് ചെയ്യാനായിട്ട്. അതിൽ വർക്കർ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കണം. നമ്മളത് നമ്മളുടെ അറിവും നമ്മുടെ കഴിവും വെച്ചിട്ട് നമുക്കത് തീർക്കാൻ പറ്റും. ഹലോ എവരിവൺ, വെൽക്കം ടു ഇൻസ്പയർ പോഡ്കാസ്റ്റ്. ഐ ആം അഖിൽ. സോ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അലൂടെക്കിൻ്റെ മാനേജിംഗ് ഡയറക്ടർ അതുപോലെ തന്നെ ഫൗണ്ടർ ആയിട്ടുള്ള ആബിൻ സാറാണ്. സാർ വെൽക്കം. സാർ ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഒരുപാട് നമ്മുടെ ലോകത്തുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ബിസിനസ് സെലക്ട് ചെയ്യാനുള്ളൊരു കാരണം എന്താണ്? അലൂമിനിയം ഫാബ്രിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഡള്ളായി നിന്നിരുന്ന ഒരു സാധനമായിരുന്നു അലൂമിനിയം. പക്ഷേ ഇപ്പോഴത്തെ മാർക്കറ്റിൽ ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതും എന്നാൽ എക്കണോമിക്കലായിട്ട് റേറ്റ് കുറഞ്ഞത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതുമായ ഒരു സാധനമാണ് അലൂമിനിയം. അതുകൊണ്ടാണ് നമ്മൾ അലൂമിനിയത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനും അത് ചെയ്യാനുള്ള കാരണം. ഓക്കെ, അതിലിപ്പോൾ ഒരു ബിസിനസ് എന്നുള്ള രീതിക്ക് ഇപ്പോൾ തുടർത്തി ഇപ്പോൾ BNI എങ്ങനെ ചേരാനും അതുപോലെ തന്നെ അതിനൊക്കെ ഇൻസ്പയർ ആയത് എന്തായിരുന്നു? അതിന് ഇൻസ്പയർ ആയത് ഞാൻ ശരിക്കും ഒരു വർക്കറായിരുന്നു. വർക്കറായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ബാക്കിലേക്ക് നോക്കുമ്പോൾ എല്ലാവരും ഒരു ഫാബ്രിക്കേറ്ററായിട്ട് സാധാരണ പോകുന്ന ഒരു ഫാബ്രിക്കേറ്ററിൽ നിന്ന് വ്യത്യസ്തനാവണമെന്ന് എനിക്ക് ഇന്നോവേറ്റീവായിട്ട് ചിന്തിച്ചാൽ. അതെ. അപ്പോൾ ഫാബ്രിക്കേറ്ററായിട്ട് പോയാൽ നമ്മൾ ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല എന്നും ഞാൻ വർക്ക് ചെയ്ത് എനിക്ക് എൻ്റെ ഒരു ദിവസത്തെ കൂലി മാത്രമേ കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് അതൊരു ബിസിനസ്സായിട്ട് മാറ്റി അതിലേക്ക് ആളുകളെ ചേർത്ത് അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് വർക്ക് ചെയ്യിച്ച് അതൊരു ബിസിനസ്സായിട്ട് വളർത്താനുള്ള, ശരിക്കും പറഞ്ഞാൽ അതിനുള്ള ശ്രമത്തിൽ മാത്രമാണ്. ഇപ്പോഴും ഞാനൊരു ബിസിനസ്മാൻ ആയി എന്ന് പറയാൻ പറ്റില്ല, അതിനുള്ള ശ്രമത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് BNI പോലുള്ള പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ഇപ്പോൾ സാർ ഏകദേശം എത്ര വർഷത്തോളം അല്ലെങ്കിൽ മാസത്തോളം എത്ര വർഷം വർക്കറായിട്ട് നിന്നുണ്ട്? വർക്കറായിട്ട് ഞാൻ ഏകദേശം ഒരു 6 വർഷം നമ്മുടെ നാട്ടിൽ വർക്കറായിട്ട് നിന്നിട്ടുണ്ട്. അതിനുശേഷം 2 വർഷം ഞാൻ ഖത്തറിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ സാറിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് നിന്ന് ഫസ്റ്റ് ഒരു വർക്കറായിട്ട് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണോ അതോ നമ്മൾ ആദ്യമായിട്ട് തന്നെ ഒരു ബിസിനസ് ഇറങ്ങണം എന്നാണോ സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്ന് പറയുമ്പോൾ? ബിസിനസ്സിനെ കുറിച്ച് അറിഞ്ഞിട്ട് വേണം ബിസിനസ് ചെയ്യാനായിട്ട്. അതിൽ വർക്കർ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കണം. പഠിച്ചിട്ട് ആ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ശരിക്കും പഠിച്ചിട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു കാര്യത്തിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാറ് ചെയ്യുന്ന ഒരു ബിസിനസ്സിൽ സാറിന് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ 6 വർഷം, അതുപോലെ തന്നെ ഗൾഫിലൊക്കെ പോയിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഈ ഒരു ബിസിനസ്സിൽ എന്തെങ്കിലും സാറിനൊരു സുഖമായിട്ട് അത്രയും ഒരു ഹെൽപ്പായിട്ട് തോന്നിയിട്ടുണ്ടോ അങ്ങനെ എത്ര വർഷം ഒരു എക്സ്പീരിയൻസ് ഉള്ളത്? ഇതൊരു സർവീസാണ് നമ്മൾ ചെയ്യുന്ന വർക്ക്. ബിസിനസ് ആണെങ്കിൽ പോലും അതൊരു സർവീസാണ്. അപ്പോൾ വർക്കേഴ്സിന് പറഞ്ഞു കൊടുക്കാനായിട്ട് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് എനിക്ക് കുറച്ച് ഈസിയാണ് എൻ്റെ എക്സ്പീരിയൻസ്. പക്ഷെ നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് തന്നെ വേണമെന്നില്ല. നമ്മൾ അതിന് പ്രാപ്തരായ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്താലും നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ വർക്ക് എന്നുള്ളൊരു ഇതിന്ന് നേരിട്ടൊരു ബിസിനസ് ഇറങ്ങുമ്പോൾ എന്തൊക്കെ ചലഞ്ചസ് ആണ് സാർ ഫേസ് ചെയ്തത്? വർക്ക് അതായത് ഇത്ര വർഷത്തോളം വർക്ക് ചെയ്ത് നടക്കായിരുന്നല്ലോ, അങ്ങനെ പെട്ടെന്ന് ഒരു ബിസിനസ് കടക്കുമ്പോൾ എന്തൊക്കെ ചലഞ്ചസ് ആണ് ഫേസ് ചെയ്തത്? ചലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഈ അലൂമിനിയം ഫീൽഡ് തന്നെ കുറച്ചും കൂടി പ്രീമിയം ലെവലിൽ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ പ്രീമിയം കസ്റ്റമേഴ്സിലേക്ക് എത്താനായിട്ട് കുറച്ച് ചലഞ്ചസ് ആണ്. അത് അവർ കുറച്ചും കൂടി നല്ല രീതിയിൽ പക്ക ബിസിനസ്സായിട്ട് ചെയ്യുന്ന ആളുകളാണ്. ആ ഒരു കസ്റ്റമറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ എന്ത് കോമ്പറ്റീറ്റർ അഡ്വാൻറ്റേജ് ആണ് സാർ കീപ്പ് ചെയ്തിട്ടുള്ളത്? അതായത് ഒരു ബിസിനസ് ഇപ്പോൾ ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും നമ്മളതൊരു USP കീപ്പ് ചെയ്യാൻ സാർ എന്താണ് ബിസിനസ് ചെയ്ത്? ബിസിനസ്സിൽ നമ്മൾ ഫിനിഷിങ്ങിലാണ് കൂടുതലും. അതേപോലെ ഇപ്പോൾ ഒരു വർക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പല 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 രീതിയിലുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കും. പക്ഷെ നമ്മൾ ആ വർക്ക് എപ്പോഴും ക്ലിയറായിട്ട് എപ്പോഴും ഫിനിഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. പ്രീമിയം ലെവലിൽ ഫിനിഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ പല കുട്ടികൾക്കും ഇപ്പോൾ ബിസിനസ് പുറത്ത് പറയുമ്പോൾ ഇപ്പോൾ അതേമാതിരിയാണ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പറയുമ്പോൾ അതിനോട് താല്പര്യമില്ലാത്തവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് എന്താണ് പറയുള്ളത്? അതായത് വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഇല്ല, പക്ഷെ അവർക്ക് ബിസിനസ് ചെയ്യാൻ നല്ല താല്പര്യമുണ്ട്. അപ്പോൾ അവിടെ തന്നെ പല കുട്ടികൾക്കും അങ്ങനെയുള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? ഇപ്പം ഞാൻ എൻ്റെ കുട്ടികളോട് പറയുന്നത് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്മാൻ ആവണം എന്നാണ്. അതായത് എൻ്റെ വൈഫ് ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് കുട്ടികൾ ജോലി ചെയ്യാനാണ് താല്പര്യം. പക്ഷേ എൻ്റെ മക്കളോട് ഞാൻ എപ്പോഴും പറയാറ് നല്ല വിദ്യാഭ്യാസമുള്ള നല്ല അറിവുള്ള നല്ല ബിസിനസ്മാൻ ആവണമെന്നാണ്. കുടുംബത്തിൻ്റെ സപ്പോർട്ട് ആദ്യമൊക്കെ കുറച്ച് കുറവാണെങ്കിലും പിന്നീട് ആ സപ്പോർട്ട് വന്നോളും. നമ്മളതിന് പ്രാപ്തരാണെങ്കിൽ കുടുംബത്തിൻ്റെ സപ്പോർട്ടും വഴിയെ വന്നോളൂ. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരാളെ ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും?
കൂടുതലും ഈ സപ്പോർട്ട് ചെയ്യാത്തത് എന്തെങ്കിലും ജോലി ചെയ്യുന്ന ഫാമിലി ആയിരിക്കും സപ്പോർട്ട് ചെയ്യാത്തത്. അവർക്ക് കൃത്യമായ മന്ത്ലി ഇൻകം വേണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. അങ്ങനെ കിട്ടാതെ വരുമ്പോഴാണ് അവർ കൂടുതലും അത് കിട്ടില്ലല്ലോ, അതിന് ഇതായില്ലെങ്കിൽ, ആ ഒരു ഡെവലപ്പ് ആയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഫെയിലായ എന്ത് ചെയ്യും എന്നുള്ളതായിരിക്കും കൂടുതലും എല്ലാവരും ചിന്ത. ഏകദേശം ഒരു ഫാമിലീസ് ഒക്കെ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർ, ബിസിനസ് ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അവർക്ക് അതിനെക്കുറിച്ച് അറിയാം. അതായത് ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫാമിലീസ് ആണെങ്കിൽ സാറ് അറിയുമ്പോൾ ഇപ്പോൾ അത്രയും വർക്ക് ചെയ്തിട്ട് അതുപോലെ തന്നെ ബിസിനസ് ചെയ്തിട്ടൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളാണല്ലോ. അപ്പോൾ ഇവിടെ ഉള്ളപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന കുട്ടികളോടും എന്താണ് സാറിന് പറയാനുള്ളത്? അതായത് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഫീൽഡിൽ പോയിട്ട് വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ വന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരോട് സാറിന് എന്താ പറയാനുള്ളത്? ഞാനിപ്പോൾ കുട്ടികളോട് പറഞ്ഞത് തന്നെ, നമ്മൾ നല്ല അറിവുള്ള വിദ്യാഭ്യാസമുള്ള നല്ല ബിസിനസ്മാൻ ആവുക. പിന്നെ എല്ലാവരും പറയുന്നത് പോലെ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ കാശ് കിട്ടും. നമ്മൾ മറ്റുള്ളടത്ത് പോകുമ്പോൾ ആ കാശെല്ലാം നമ്മുടെ അല്ല എന്നുള്ള ഒരു കാര്യം മാത്രം. അതൊക്കെ നമുക്ക് ഈ ഒരു ബിസിനസിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. അതെ, അപ്പോൾ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ സെയിൽ ചെയ്ത് പൈസ കിട്ടുക അത് മാത്രമല്ല, അതിൽ കുറേ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിയാണ്, അതൊക്കെ ഇതിനെ കുറിച്ച് പഠിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അതാണ് പറയാനുള്ളത്. അതായത് ബിസിനസ്സിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ള കാര്യമല്ലേ. അതായത് ഇപ്പോൾ ശരിക്കും ബിസിനസ് പഠിച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്ത് കാര്യം പഠിച്ചിട്ട് ചെയ്താലേ അതിന് ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ, റിസൾട്ടും ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇപ്പോൾ സാറിന് അങ്ങനെ സാറിൻ്റെ ബിസിനസ്സിൽ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതായത് ഇത് ഞാൻ പഠിച്ചിട്ട് ചെയ്യായിരുന്നെങ്കിൽ ഇതൊന്നും കൂടി എനിക്ക് മെച്ചപ്പെടുത്തായിരുന്നു, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ പല സ്ഥലത്ത് ചെല്ലുമ്പോഴും എനിക്കത് ഞാനൊരു വർക്കറായിട്ട് വന്നത് കൊണ്ടുള്ള പോരായ്മകൾ പല സ്ഥലത്തും എനിക്ക് കിട്ടാറുണ്ട്. ആ സമയത്ത് ഞാൻ പറഞ്ഞ എന്നിലും കുറച്ചും കൂടി അപ്ഗ്രേഡ് ആയിട്ടുള്ള ഒരു കമ്പനീസിൽ ചെല്ലുമ്പോൾ എനിക്കത് മനസ്സിലാവും എന്തുകൊണ്ടാണ് എൻ്റെ കമ്പനി ആ ലെവലിലേക്ക് വളരെ എഡ്യൂക്കേറ്റഡ് ആയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി വളരായിരുന്നുള്ളൊരു തോന്നല്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അതായത് ഒരു ബിസിനസ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻസ് അവർ പഠിച്ച് ബിസിനസ് ചെയ്യാനുള്ള കാര്യത്തിനോട് സാറ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത്ര ബിസിനസ് ചെയ്തൊരു എക്സ്പീരിയൻസിൽ എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും? ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന പറയുന്നത് അത്ര സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണോ? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് വലിയ ഇപ്പം നമ്മുടെ ഇവിടുത്തെ അവസ്ഥയിൽ സ്റ്റാർട്ട് ചെയ്യാൻ എളുപ്പമാണ്, അത് റൺ ചെയ്തുകൊണ്ട് പോകാനാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ ഇതനുസരിക്കും. ഇപ്പോൾ മാൻ പവർ അധികം വേണ്ട ബിസിനസ് ആണെങ്കിൽ സ്ട്രഗ്ലിങ് കൂടുതലായിരിക്കും. അതാണ് സ്ട്രഗ്ലിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്ക് മാൻ പവറിലാണ് കൂടുതലും സ്ട്രഗ്ലിങ് വരുന്നത്. നമ്മൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ കറക്റ്റ് സമയത്ത് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. നമുക്ക് അതിനോട് എത്ര ആത്മാർത്ഥത ഉണ്ടായാലും നമ്മൾ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ഈ ബിസിനസ് എന്ന് പറഞ്ഞു വന്നാലും നമ്മളുടെ കൂടെയുള്ള ആളുകൾ അതേ രീതിയിൽ എടുത്താൽ മാത്രം നമുക്കത് ഇല്ലാണ്ടുള്ളൂ. ആ രീതിയിൽ സ്ട്രഗ്ലിങ് അത് കൊടുക്കുക. അതായത് മാൻ പവറിന്റെ കാര്യത്തിലല്ലേ? ഇപ്പോൾ സാറിന് ഇപ്പോൾ ഏകദേശം എത്ര എംപ്ലോയീസ്? ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് 6 പേരാണ്. ഞാൻ കൂടുതലും പുറത്ത് വേറെ സബ് വർക്കുകൾ കൊടുത്തിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ആണല്ലേ? അപ്പോൾ ഈ വർക്കേഴ്സിനൊക്കെ എങ്ങനെയാണ് ഹയർ ചെയ്യുന്നത്? അവരുടെ എക്സ്പീരിയൻസ് നോക്കിയിട്ടാണ്. അതായത് ഈ ഒരു വർക്കിൽ അവരുടെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഹയർ ചെയ്യണത്. ഇപ്പോൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ എന്തൊക്കെ ചലഞ്ചസ് ഉണ്ടായിരുന്നു? 17 വർഷം മുമ്പാണ്. അപ്പോൾ ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഉമ്മാടെ സ്വർണം, പിന്നെ കുറച്ച് ആളുകളുടെയൊക്കെ അങ്ങനെ കാശുകൾ കടം വാങ്ങിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. ഓക്കെ, അതിന് ആ സമയത്ത് ഭയങ്കര ഹാർഡ് വർക്കും ആയിരുന്നു. കാരണം ഇത് തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് റൺ ചെയ്യണം എന്നുള്ള ഒരു ഭയങ്കര ഇതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ പറ്റും. ഫസ്റ്റ് ടൈം തന്നെ ഇത്ര ഒരുപാട് മാൻ പവർ കൊടുന്നിരുന്നു ബിസിനസ്സിൽ? ഇല്ല. ഫസ്റ്റ് ടൈം തന്നെ അന്ന് ഞാൻ ബിസിനസ്സായിട്ടും കൺവേർട്ട് ചെയ്യുമ്പോഴും അന്ന് ഞാൻ വർക്ക് ചെയ്യുമായിരുന്നെങ്കിലും ഈ പറഞ്ഞ ആരെങ്കിലും കാണാൻ പോകുമ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി അവരെ കാണാൻ പോകും, വന്നിട്ട് വർക്ക് കൊടുക്കുമായിരുന്നു. അങ്ങനെ ചെയ്യുമായിരുന്നു. കാരണം പിന്നെ രാത്രിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെ രാവിലെ വന്ന് നേരത്തെ വന്ന് വർക്ക് കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യും. അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് 2 വർഷത്തിൽ. ഇപ്പോഴും എങ്ങനെ സാറായിട്ട് വർക്ക് ഇറങ്ങിയെടുക്കലുണ്ടോ? അതോ വർക്ക് ചെയ്യൽ കുറവാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ നിൽക്കാറുള്ളൂ. വർക്ക് ചെയ്യൽ കുറവാണ്. ഈ ഒരു ബിസിനസ് അല്ലാതെ ഇനിയിപ്പോൾ ഒരു 9 to 5 ജോബ് ചൂസ് ചെയ്യാതിരുന്നത് നന്നായി എന്ന് സാറിന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരോട് എന്താ പറയാനുള്ളത്? അവർക്കും ചിലപ്പോൾ അവരുടെ ആപ്റ്റായിട്ടുള്ള ചിലപ്പോൾ ജോലിയായിരിക്കും. അവർക്ക്
ഓരോ ഇപ്പോൾ ബിസിനസ് ചെയ്യണമെങ്കിലും അവനിക്ക് അവൻ്റേതായ ഒരു ബിസിനസ് ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. ചിലപ്പോൾ ആ കഴിവുകളായിരിക്കും നിങ്ങൾക്ക് ഇവിടുന്ന് ഡെവലപ്പ് ചെയ്ത് കിട്ടുന്നത്. അത് ഡെവലപ്പ് ചെയ്ത് കിട്ടാത്തവരാണ് ഈ ജോലിയായിട്ട് പോകുന്നത്. അവർക്ക് കിട്ടുന്നത് ആ ജോലി ചെയ്യാനുള്ള ഇതായിരിക്കും. അപ്പോൾ എല്ലാവരും വേണം നമ്മുടെ നാട്ടിൽ. ജോലി ചെയ്യുന്നവരുണ്ടെങ്കിലാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അടുത്ത് ജോലി ചെയ്യുന്ന ആളാണ്. അത് വേണം. അപ്പോൾ ഇപ്പോൾ സാറിൻ്റെ ഒരു ബിസിനസ്സിൽ ഇപ്പോൾ ഇത്രയും ഒരു സക്സസ് ആവാനുള്ള ഒരു കാരണം എന്തായിരിക്കും? അത് തീർച്ചയായിട്ടും ഈ നമുക്ക് സംസാരിക്കാനുള്ളൊരു കഴിവ്. എനിക്ക് മറ്റുള്ള കാര്യത്തിൽ സംസാരിക്കാൻ കഴിവ് കുറവാണെങ്കിലും ഒരാളെ വർക്കിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇപ്പം മൊത്തത്തിൽ ഒരു മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് റേറ്റ് കൂടുതൽ വർക്ക് ചെയ്യണ ഒരാളാണ്. പക്ഷേ ഇപ്പോൾ നമ്മളിപ്പോൾ ഫോൺ ചെയ്ത ഒരാൾ എൻ്റെ അടുത്ത് റേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ആ വർക്ക് കിട്ടില്ല. ഞാൻ പോയി ആളായിട്ട് നേരിട്ട് സംസാരിച്ചാൽ നമുക്ക് ആ വർക്ക് കിട്ടും. നേരിട്ട് സംസാരിക്കുമ്പോൾ അത്രയും നമുക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമല്ലോ. അത് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഇതാക്കാൻ വേണ്ടി പറ്റും, കൺവിൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ശരിക്കും ബിസിനസ്മാൻ്റെ കഴിവ് എന്ന് പറയുന്നത്, ആൾക്കാരെ കൺവിൻസ് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഈ കൺവിൻസ് ചെയ്യാൻ ഇപ്പോൾ നമുക്ക് വേണം ഇപ്പോൾ പ്രസൻറ്റേഷൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് പഠിച്ചെടുക്കുക എന്നുള്ളൊരു, അതായത് ഇപ്പോൾ സാറിന് ഇപ്പോൾ ഞാനിപ്പോൾ അതായത് ഇപ്പോൾ കൺവിൻസ് ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ കുറച്ചും കൂടി ഞാൻ ഈ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എപ്പോഴും തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ആണെങ്കിൽ തന്നെ ഇപ്പോൾ പ്രസൻറ്റേഷൻസ് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ബിസിനസ്സിൽ വേണ്ട സംഭവങ്ങൾ തന്നെ വേണം. നമ്മൾ ഒരാളുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യുന്നതനുസരിച്ചിരിക്കും നമ്മളുടെ നമുക്ക് എന്തറിയാമെന്നുള്ളത് അയാളെ മനസ്സിലാക്കിക്കണമെങ്കിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് തന്നെ വേണം. ബിസിനസ് മാൻ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഫാമിലി ബിസിനസ് ഇത് രണ്ടും പാടെ എങ്ങനെയാണ് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്? ശരിക്കും ഒരു ഫാമിലി മാൻ ബിസിനസ് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇപ്പം ഞാൻ ഇന്നലെ ഒരു ആളായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളി അതിനെനിക്ക് ഒരു കലണ്ടറും ഗൂഗിൾ കലണ്ടറൊക്കെ സെറ്റ് ചെയ്ത് തന്നു. കാരണം ഞാൻ ആ ബിസിനസ്സും ഫാമിലിയായിട്ട് ഒരുമിച്ച് കൊണ്ടുപോകുന്ന കാര്യത്തിൽ കുറച്ച് ഫെയിലാണ്. അപ്പോൾ ആ ഫെയില് മാറ്റാനായിട്ട് അദ്ദേഹം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വെച്ച് ഞാൻ ഇപ്പം തുടങ്ങിയിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഫാമിലി കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ സ്റ്റോപ്പ് ആവും, അതായത് നമുക്ക് രണ്ടും പാടെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ഭയങ്കര പ്രയാസമാണ്. ഇന്നലെ അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ അതിനനുസരിച്ച് മാനേജ് ചെയ്ത് അവരുടെ ടൈമും നമ്മുടെ ടൈമും ആയിട്ട് ഒരു പ്ലാൻ ചെയ്ത് പോകേണ്ടി വരില്ലേ? ഇപ്പോൾ പല വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ കാണാം, അതായത് ഇപ്പോൾ ബിസിനസ് ചെയ്യണ വീട്ടിൽ, അതായത് ബിസിനസ് മാൻ്റെ ഒരു വീട്ടിൽ വൈഫുമായിട്ട് എപ്പോഴും പ്രശ്നങ്ങൾ, അതായത് അവർക്ക് ടൈം കൊടുക്കണില്ല, അങ്ങനെ പല പ്രശ്നങ്ങൾ വരണം. അപ്പോൾ സാറിൻ്റെ ഒരു ലൈഫിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ട്? അതുണ്ട്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ടൈം കിട്ടുന്നില്ല എന്ന പ്രശ്നങ്ങൾ, അറ്റൻഷൻ കിട്ടാത്ത പ്രശ്നം എല്ലാവർക്കും ഉണ്ടാവും. അതിന് ഏറ്റവും വലിയ ഒരു എളുപ്പവഴി എന്ന് പറഞ്ഞാൽ അവരെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അവരെ ബിസിനസ് കൊണ്ടുവരിക, പാർട്ണർ ബിസിനസ് കൊണ്ടുവരിക. ഇപ്പോൾ ഞാൻ പഠിക്കണത്, ഇപ്പോൾ ഞാൻ അലിംസിലാണ് പഠിക്കണത്. ഇവിടെ മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ A to Z കാര്യങ്ങളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഓപ്പറേഷൻസ് ആയിക്കോട്ടെ, HR ആയിക്കോട്ടെ, മാർക്കറ്റ്. ഇപ്പോൾ നമ്മളൊരു ജോലിക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള എല്ലാ ഒരു സെക്ഷനും നമുക്ക് പഠിക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു ആവശ്യം ശരിക്കും ഒരു ബിസിനസ്സിലുണ്ടോ? ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരാളാണ്. ഇപ്പോൾ 9 to 5 ജോബിനോട് അധികം ഇൻട്രസ്റ്റ് ഇല്ല. ഒരു ബിസിനസ് സാറിൻ്റെ പോലെ തന്നെ ബിസിനസ് ബിൽഡ് ചെയ്യണം, അതുപോലെ തന്നെ സക്സസ് ആണെന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ എന്നെപ്പോലുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു കോളേജിൽ വന്ന് ഇപ്പോൾ ഈ ഒരു ഓരോ ബിസിനസ്സിൻ്റെ A to Z കാര്യങ്ങൾ പഠിച്ചതുപോലെ തന്നെ പ്രസൻറ്റേഷൻസും കാര്യങ്ങളൊക്കെ പഠിച്ച് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് സാറ് തോന്നുന്നുണ്ടോ സാറിന്? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, നമ്മൾ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പം മാർക്കറ്റിംഗ് ഇവിടെ പഠിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാൽ HR പഠിപ്പിക്കുന്നുണ്ട്. ഈ HR ആൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ് എങ്ങനെയാണെന്ന്. ഈ HR-നും ഈ മാർക്കറ്റിങ്ങിൻ്റെ ആൾക്കും നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതിന് നമുക്ക് കഴിവ് വേണമല്ലോ, നമുക്ക് അറിവ് വേണമല്ലോ. നമ്മൾ ചെയ്യാൻ പോണ ബിസിനസ് എന്താണെന്ന് മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് കാര്യമില്ല. അദ്ദേഹത്തിന് നമ്മൾ ചെയ്യുന്ന ബിസിനസ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് ഉണ്ടാവണമെങ്കിൽ നമ്മളത്, അതായത് എല്ലാത്തിൻ്റെ ഒരു ഹെഡിൽ നിന്ന് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനെ കുറിച്ചുള്ള അറിവാണ്. അപ്പോൾ അതെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ നിൽക്കുന്ന ഇപ്പോൾ എനിക്ക് തന്നെ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. ഇപ്പോൾ അവിടെ എങ്ങനെയാണ് അവിടെ വന്ന ലൈഫ് ഫ്യൂച്ചർ സെറ്റ് ആകുമ്പോൾ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. അപ്പോഴൊക്കെ ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ എന്നാലും ഇപ്പോൾ ഒരു അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെ നിന്ന് കേൾക്കാനുള്ള രീതിക്കാണ് ചോദിച്ചത്. അപ്പോൾ അങ്ങനെ പഠിച്ച് ചെയ്യേണ്ട ഒരു ആവശ്യം ബിസിനസ്സിലുണ്ട് അല്ലേ? നമ്മൾ അവരുടെ ഹെഡായിട്ട് നിന്ന് നമ്മൾ അവരെ കൊണ്ട് വർക്ക് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ട് വേണമല്ലോ അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്.
അതിന് അത് അത്യാവശ്യം തന്നെ. അത്യാവശ്യമാണ്. ഇപ്പോൾ ഒരുപാട് ട്രഡീഷണലിലുള്ള ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരുപാട് AIs കാര്യങ്ങൾ വന്നു, ഒരുപാട് ഇന്നോവേഷൻസ്, കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതുപോലെ തന്നെ ഇവിടെ ഒരുപാട് IT റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടൂൾസും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ളതിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ട് എന്നാണ് സാറ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെ നിന്ന് ഒരുപാട് ഇങ്ങനെയൊക്കെ കേൾക്കുക പറയുമ്പോൾ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ സാറിനെ പോലുള്ള ഒരാളെ, അതായത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് എത്ര വർഷത്തോളം വർക്ക് ചെയ്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഇത്ര ഈ ഒരു സ്റ്റേജിൽ എത്തിക്കണം. സാറിനെ പോലുള്ള ഒരാളെ കണ്ട് മീറ്റ് ചെയ്ത് സംസാരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഒരുപാട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് അഡ്വൈസ് കാര്യങ്ങൾ കൊടുക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. സോ താങ്ക് യു.